ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയിലെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലും നമ്മൾക്ക് വളരെ വലിയൊരു കറക്ഷൻ കാണാൻ സാധിച്ചു. അഫിൾ ഇന്ത്യ എന്ന സ്റ്റോക്കിലും ഇതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു കറക്ഷൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. കറക്ഷൻ ആൾറെഡി സാച്ചുറേറ്റഡ് ലെവലിൽ എത്തിയെന്ന് തന്നെ പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അഫിൾ ഇന്ത്യ എന്ന സ്റ്റോക്കിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് കവർ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ഇന്നത്തെ ദിവസം നമ്മൾക്ക് 4.5% കറക്ഷനാണ് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് അതിൻ്റെ ക്രൂഷ്യൽ സപ്പോർട്ടായ 4000 രൂപ എന്ന ലെവൽ ബ്രീച്ച് ചെയ്ത് സ്റ്റോക്ക് 3824 രൂപ എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത്. ഇന്നത്തെ ദിവസം ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 4005 രൂപ എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്കിൽ 181.55 പോയിൻറ്റിൻ്റെ കറക്ഷനോടുകൂടി 3824 രൂപ എന്ന ലെവലിലാണ് സ്റ്റോക്ക് ക്ലോസ് നൽകിയത്. അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ഇന്ന് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും നമ്മൾക്കൊരു സുപ്രധാനമായ അനൗൺസ്മെൻറ്റും കാണാൻ സാധിച്ചു. അതായത് കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഈവൻ അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ അല്ലെങ്കിൽ അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ട് കൂടിയും ഇന്നത്തെ ദിവസം ഈ സ്റ്റോക്കിൽ നമ്മൾക്കൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചില്ല. അതായത് സ്റ്റോക്ക് അതിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ടായ 4000 രൂപ എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്തതോടുകൂടി സ്റ്റോക്ക് കൂടുതൽ ബിയറിഷ് ആവുകയാണ് ചെയ്തത്. അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ 1 ഇയർലി റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഈ സ്റ്റോക്ക് 6000 രൂപ എന്ന ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് 35% കറക്ഷനോടുകൂടി 3824 രൂപ എന്ന ലെവലിലേക്കാണ് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ അനൗൺസ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 23 ഓഗസ്റ്റ് 2021 ട്രേഡിംഗ് സെഷനിൽ NSEയിലെയും BSEയിലെയും എക്സ്ചേഞ്ച് ഫയലിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിനെ കുറിച്ച് തീരുമാനിക്കുന്നുണ്ട്. അതായത് 26 ഓഗസ്റ്റ് 2021 ചേരുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിലായിരിക്കും അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റിനെ കുറിച്ചുള്ള ഒരു ഫൈനൽ തീരുമാനം നമ്മൾക്ക് അറിയാൻ സാധിക്കുക. അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ 1 ഇയർ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ വലിയൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്തതെന്ന സ്റ്റോക്കാണ്. അതായത് 1 ഇയർ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ 2000 രൂപ എന്ന ലെവലിൽ നിന്നും 6000 രൂപ എന്ന ലെവലിലേക്കുള്ള ഒരു റാലിയാണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് ന്യൂസ്, ഈ സ്റ്റോക്ക് ASM ലിസ്റ്റിലെ സ്റ്റേജ് 4 ഉൾപ്പെട്ട ഒരു സ്റ്റോക്കാണ്. അതായത് ഈ സ്റ്റോക്കിൽ കാണപ്പെട്ട അൺയൂഷ്വൽ വോളറ്റൈലിറ്റിയും അതുകൂടാതെ സ്റ്റോക്കിൻ്റെ ഹൈ ബീറ്റ വാല്യൂവും മൂലം സെബി ഈ സ്റ്റോക്കിനെ കൂടുതൽ ഒബ്സർവേഷന് വേണ്ടി ASM ലിസ്റ്റ് സ്റ്റേജ് 4 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ASM ലിസ്റ്റ് സ്റ്റേജ് 4 നമ്മൾക്കൊരു ഡെഫിനറ്റീവ് പീരീഡ് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ സ്റ്റോക്ക് എത്രത്തോളം കാലം ASM ലിസ്റ്റ് സ്റ്റേജ് 4 ഉണ്ടാകുമെന്ന് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. ഇനി അഫിൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ട് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ സ്റ്റോക്ക് എത്ര പെട്ടെന്ന് 4000 രൂപ എന്ന ലെവൽ റീഗെയിൻ ചെയ്യും എന്നുള്ളതാണ്. അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസും റിട്ടേൺ പാരാമീറ്റേഴ്സും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 10,675 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് ഈ കമ്പനിക്കുള്ളത്. സ്റ്റോക്കിൻ്റെ PE വാല്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ PE വാല്യൂ ഒരു സമയത്ത് 160 എന്ന റേഞ്ചിൽ നിന്നും 70.3 എന്ന ലെവലിലേക്ക് കറക്റ്റഡ് ആയി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ റിട്ടേൺ പാരാമീറ്റേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ROCE 39.2, റിട്ടേൺ ഓൺ ഇക്വിറ്റി 45.9 സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ 10 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുമാണ്. കമ്പനിയുടെ സെയിൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2018 വെറും 167 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായിരുന്ന ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ സെയിൽസ് 579 കോടിയാണ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 46 കോടിയിൽ നിന്ന് 142 കോടിയിലേക്ക് വർദ്ധിക്കുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 25% ഓപ്പറേറ്റിംഗ് മാർജിൻ കാണാൻ സാധിക്കുകയും ചെയ്യും. നെറ്റ് പ്രോഫിറ്റ് 28 കോടിയിൽ നിന്ന് 152 കോടിയിലേക്ക് വർദ്ധിക്കുകയും ഏർണിംഗ് പെർ ഷെയർ 11 രൂപ 46 പൈസ എന്ന ലെവലിൽ നിന്നും 58 രൂപ 96 പൈസ എന്ന ലെവലിലേക്ക് കഴിഞ്ഞ 3 വർഷമായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്.
കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി പ്രൊമോട്ടേഴ്സ് 3% സ്റ്റേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ കമ്പനിയിൽ. 62.60 എന്ന ലെവലിൽ നിന്നും 59.80 എന്ന ലെവലിലേക്ക് പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2019 മുതലുള്ള ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2020 മുതലുള്ള ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2020 ഡിസംബർ മാസത്തിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 63.80 എന്ന ലെവലായിരുന്നു. ഇപ്പോൾ അത് റെഡ്യൂസ് ചെയ്ത് 59.89 എന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 2019 മുതൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഓരോ ക്വാർട്ടറിലും വർദ്ധിപ്പിച്ചു വരുന്നു. ഇപ്പോൾ ഈ കമ്പനിയിലുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 18.25%. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് 7%, പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 14.86%. ബാലൻസ് ഷീറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി ബാലൻസ് ഷീറ്റ് തന്നെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതായത് ഏകദേശം 333 കോടി രൂപയുടെ റിസർവ്സ് ഉള്ള ഈ കമ്പനിയുടെ ബോറോവിങ്സ് അല്ലെങ്കിൽ ഡെപ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 119 കോടി രൂപയുടെ ഡെപ്റ്റാണുള്ളത്. ഓവറോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു വെൽ മാനേഡ് കമ്പനിയായിട്ട് തന്നെയാണ് നമ്മൾക്ക് അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ കാണാൻ സാധിക്കുക. അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി ഡെയിലി ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 6000 രൂപ എന്ന ലെവലിൽ നിന്നും കറക്റ്റ് ആയപ്പോൾ സ്റ്റോക്ക് 5000 രൂപ എന്ന ലെവലുള്ളൊരു സപ്പോർട്ടാണ് എടുത്തത്. അതിനുശേഷം സ്റ്റോക്ക് 5000 രൂപ എന്ന സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു 4000 രൂപ എന്ന സപ്പോർട്ടിൽ ട്രേഡ് ചെയ്യുകയായിരുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിന് 4000 രൂപ എന്ന് പറയുന്ന സപ്പോർട്ടും ബ്രേക്ക് ആയിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ മൂവിംഗ് ആവറേജസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മൂവിംഗ് ആവറേജസിനും താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 200 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനും താഴെ എത്തിയതോടുകൂടി സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ വലിയ ഒരു ബിയറിഷ് മൊമെൻറ്റമാണ് കാണുന്നത്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ പ്രീവിയസ് പീരീഡുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2021 ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഈ സ്റ്റോക്കിൽ വളരെ വലിയൊരു റാലി തുടങ്ങുന്നതിന് മുൻപേ സ്റ്റോക്ക് 3500-നും 4300-നും ഇടയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു നടത്തിയത്. അതേ റേഞ്ചിലായിരിക്കും ഇനി വരുന്ന സമയങ്ങളിൽ ഈ സ്റ്റോക്ക് മൂവ് ആകാനുള്ള സാധ്യത. എന്ന് പറഞ്ഞാൽ 4300 രൂപ എന്ന റേഞ്ച് വരും സമയങ്ങളിൽ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് സംശയമൊന്നുമില്ല. അഫിൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്, അതായത് ടെക്നോളജി ബേസ്ഡ് വളരെ മികച്ച റിട്ടേൺ റേഷ്യോ ഉള്ള ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് പ്രൈസായിട്ട് തന്നെ നമ്മൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്